സുഡാനിലെ ആഭ്യന്തര കലാപങ്ങളിൽ തുർക്കിയുടെയും ഈജിപ്തിന്റെയും ശക്തമായ ഇടപെടൽ. കഴിഞ്ഞ ദിവസം തുർക്കിയുടെ അക്കിഞ്ചി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഡ്രോണുകൾ ഈ കേന്ദ്രങ്ങളിൽ ഫാസിറിൽ വിമത സൈന്യത്തിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. പ്രധാനമായും ഇന്ന് നയല എന്നറിയപ്പെടുന്ന സിറ്റിയിൽ, ഫാസിറിനോട് തൊട്ടടുത്ത ഭാഗമാണ് നയല എന്നറിയപ്പെടുന്നത്. ഇവിടെ വിമത സഖ്യത്തിന് വേണ്ടി അതിശക്തമായ സൈനിക സംവിധാനങ്ങളുമായി എത്തിയ കാർഗോ വിമാനമാണ് തുർക്കിയുടെ അക്കിഞ്ചി തകർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈൻ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തുള്ള 4 ഡിപ്പോകൾ, അതായത് ഹമീത്തിയുടെ നേതൃത്വത്തിലുള്ള വിമത സായുധ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത് ലൈൻ. അതേപോലെ തന്നെ ഈ ഫാസിറിനോട് ചേർന്ന് നിൽക്കുന്ന സൂക്കുൽ മവാസി എന്നറിയപ്പെടുന്ന ഭാഗം, ഇവിടെയും അതിശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം മത്താർ അൽ ഫാസിർ, ഫാസിറുള്ള എയർപോർട്ട് ഇവിടെ ഉണ്ട്. അതിനോട് സമീപത്ത് തന്നെയാണ് സൂക്കുൽ മവാസി എന്നറിയപ്പെടുന്നത്. ഇവിടെ ഈ വിമത സൈന്യം ആയുധങ്ങൾ ശേഖരിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെയും ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം എയർപോർട്ടിനോട് ചേർന്ന ഭാഗം ആയുധങ്ങൾ നമുക്ക് ഇവിടെ കാണാം. വെയർഹൌസ്, സിലാഹുൽ മിദ്ഫഇയ, ഇങ്ങനെ ആയുധ ശേഖരണങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളിൽ ശക്തമായ അവരുടെ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദമാസീൻ എന്നറിയപ്പെടുന്ന ഖുർത്തുമിനോട്, ഈ സുഡാന്റെ തലസ്ഥാനമായ ഖുർത്തുമിനോട് ചേർന്ന് നിൽക്കുന്ന ദമാസീനിൽ ഇന്നലെ വൈകുന്നേരമാണ് ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ തകർത്തിരിക്കുന്നത്. തുർക്കിയുടെ അതിശക്തമായ ഡിഫൻസ് സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ എത്തി എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇപ്പോൾ സുഡാൻ സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. ദമാസീൻ, ഈ ദമാസീൻ ഇവിടെയാണ് ഖുർത്തുമിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ് ദമാസീൻ. ഇവിടെ ഇന്നലെ വൈകുന്നേരം പ്രധാനപ്പെട്ട ഈ വിമത വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ തകർത്തിട്ടുണ്ട്. അങ്ങനെ ശക്തമായ തിരിച്ചടികൾ ഇപ്പോൾ സുഡാൻ സൈന്യത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടി നിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ സുഡാൻ സൈന്യം പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഫാസിർ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വിമത സൈന്യം അവരുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇവിടെ വെടിനിർത്തൽ സംഭവിക്കുന്നതോടുകൂടെ ഈ ഒരു ഭാഗം അവരുടെ ഭരണപ്രദേശമായി മാറും. അതായത് സുഡാൻ ഒരു പ്രാവശ്യം വിഭജിച്ചതാണ് സൗത്ത് സുഡാൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇനി ഈ ഫാസിറുമായി ബന്ധപ്പെട്ട ഈ ചാടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം വീണ്ടും വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് ഇപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വെടിനിർത്തൽ സാധ്യമല്ല. ഈ വിഭാഗത്തെ പൂർണ്ണമായും തുരത്തിയതിനു ശേഷമേ ഇവിടെ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് സുഡാൻ സൈന്യം പറഞ്ഞിട്ടുള്ളത്. സുഡാനിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയും സുഡാൻ സൈന്യത്തിനുണ്ട്. അതേസമയത്ത് പുറമേ നിന്നുള്ള ചില ശക്തികളാണ് ഇപ്പോൾ ഈ സായുധ സംഘത്തിന് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചാഡിൽ നിന്ന് വരുന്ന വലിയ ഒരു ശൃംഖല തന്നെ തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മോർട്ടാറുകളിൽ ഉപയോഗിക്കുന്ന ഷെല്ലുകളുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായും ടയോട്ടയുടെ വാഹനങ്ങൾ ഈ യുദ്ധത്തിൽ പ്രധാനമായും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ടയോട്ടയുടെ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്ന വലിയ ട്രക്ക് വ്യൂഹത്തിന് നേരെ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ സൈനിക സംവിധാനങ്ങളുമായി വരുന്ന ഒരു നിര തന്നെ ഈ തുർക്കിയുടെ ഡ്രോണുകൾ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ തുർക്കിയുടെയും അതുപോലെ തന്നെ ഈജിപ്തിന്റെയും ശക്തമായ ഇടപെടൽ ഇപ്പോൾ സുഡാനിലെ ആഭ്യന്തര വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇത് മറ്റൊരു തരത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തുർക്കിയുടെ ഡ്രോണുകൾക്ക് ഇത്തരം യുദ്ധങ്ങളിൽ വലിയ രൂപത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ സാധിക്കും. ആയുധ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനും സ്വയം ആക്രമണം നടത്താനും കഴിയുന്ന ഈ ഡ്രോണുകൾ ബൈറക്ടർ TB2 അതുപോലെ തന്നെ അക്കിജി തുടങ്ങിയ ഡ്രോണുകൾക്ക് വലിയ രൂപത്തിലുള്ള ആക്രമണം നടത്തി എതിരാളികളെ പരാജയപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു വലിയൊരു മുന്നേറ്റം തൊട്ടടുത്ത ദിവസങ്ങളിൽ സുഡാൻ സൈന്യത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.